ഡൽഹിയിൽ നിന്ന് ബാലഗോപാൽ കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ബാലു, ഈ പട്ടിക നമ്മൾ എപ്പോൾ പ്രതീക്ഷിക്കണം ശരിക്കും? ബാലു, കേൾക്കാമോ? ആര്യ, ഈ പട്ടിക നേരത്തെ അമൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പട്ടിക സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പക്ഷേ ഈ രാത്രി വളരെ വൈകി, ഈ അർദ്ധരാത്രി ഈ പട്ടികയൊക്കെ പുറത്തുവിട്ട് അതിൻ്റെ ഒരു ഗ്ലാമർ നശിപ്പിക്കണമോ എന്ന ഒരു കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ചില സംശയങ്ങളുണ്ട്. നേരത്തെ വി.ഡി. സതീശൻ നമ്മളോട് സംസാരിക്കുമ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ ഭൂരിഭാഗം സീറ്റുകളുടെയും കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ മാത്രമാണ് ഈ തർക്കം നിലനിൽക്കുന്ന. ആ തർക്കം ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിൽ വെച്ച് ഏതാണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും തർക്കം പരിഹരിക്കപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പട്ടിക സംബന്ധിച്ചുള്ള പൂർണ്ണമായ ഒരു തീരുമാനം ഇന്ന് ഉണ്ടാകുന്നതായിരിക്കും. പക്ഷെ അത് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ നാളെ പ്രസിദ്ധീകരിക്കുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത്. ഞാൻ ഈ കോൺഗ്രസിന്റെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി സജീവമായി ഉള്ള ഒരു നേതാവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നാളെ രാവിലെ 10 മണിക്ക് ഉള്ളിൽ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥികളും പ്രചരണ രംഗത്ത് ഉണ്ടായിരിക്കും. അക്കാര്യത്തിൽ ഉറപ്പ് നൽകാം. പക്ഷേ എപ്പോൾ പ്രസിദ്ധീകരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഇതിപ്പോൾ 12 മണിയാകുന്നു. ഈ രാത്രി വളരെ വൈകി ഈ പട്ടികയൊക്കെ പ്രസിദ്ധീകരിച്ച് അതിൻ്റെ ഒരു ഗ്ലാമർ കളയുന്നതിനേക്കാളും നല്ലത് പുലർച്ചെ 7 മണിക്കോ 8 മണിക്കോ രാവിലെ 7 മണിക്കോ 8 മണിക്കോ ഒക്കെ ഇത് പ്രസിദ്ധീകരിക്കണമെന്നൊരു ആവശ്യം അല്ലെങ്കിൽ എന്നൊരു അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ പുലർച്ചെയായിരിക്കും പട്ടിക പ്രസിദ്ധീകരിക്കാൻ സാധ്യത.